പെട്ടെന്ന് ഞാൻ 20 സിനിമകൾക്കപ്പുറം ഒന്ന് ചിന്തിച്ചു പോയി. ഇപ്പം 20 പടങ്ങളിലൂടെ 16ഓളം പുതിയ ഡയറക്ടേഴ്സിനെയും 150ഓളം പുതിയ ആക്ടേഴ്സിനെയും 6-7ഓളം മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ക്യാമറാമെൻ, അങ്ങനെ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഫ്രൈഡേ ഫിലിം ഹൗസിന് ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് അവരുടെ മേഖലകളിൽ താരങ്ങളാണ്. ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും. അപ്പോ അങ്കമാലി ഡയറക്ടറിനെ കുറിച്ച് രേണു പറയുണ്ടായി. അങ്കമാലി ഡയറക്ടറിലാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണ്. അതിലൂടെയാണ് 110ഓളം ആക്ടേഴ്സിനെ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആയിരിക്കാം, ഒരേ റീജിയനിലല്ല അല്ലെങ്കിൽ അങ്കമാലി എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു പറ്റം യങ്സ്റ്റേഴ്സിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. എന്നും പുതിയ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടോ അങ്ങനെ ഒരു പേര് ഫ്രൈഡേ ഫിലിം ഹൗസ് വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സമീപിക്കുന്നതും കഥയുമായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മൾ സമീപിക്കാറുണ്ട്. അപ്പൊ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമയാണ് ഖൽബ്. രേണു നേരത്തെ പറഞ്ഞ പോലെ 30-ൽ പരം റിലേറ്റീവ്ലി ന്യൂമായിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ഖൽബ് വരുന്നത്. സാജിദാണ് എൻ്റെ ഡയറക്ഷൻ. സാജിദിന്റെ 3ാമത്തെ സിനിമയാണ്. മോഹൻലാൽ എന്ന മഞ്ജു വാര്യർ ജനറൽ ക്യാരക്ടർ അഭിനയിച്ച സിനിമയ്ക്ക് ശേഷം പാലോബി എന്നൊരു സിനിമ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടായി, എന്നാൽ അത് റിലീസ് ചെയ്തിട്ടില്ല. ഇത് 3ാമത്തെ ചിത്രമാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഒരു പ്രണയത്തിന്റെ 7 തലങ്ങളിലൂടെ, അല്ലെങ്കിൽ 7 തലങ്ങളാണ് പ്രണയത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ 7 തലങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഖൽബ്. ഇതില് രഞ്ജിത്ത്, സജീവ്, മൈക്ക് എന്ന സിനിമയിലൂടെ അഭിനയിച്ച റിലേറ്റീവ്ലി നോക്കുമ്പോഴായ വളരെ ടാലന്റഡ് ആയിട്ടുള്ള രഞ്ജിത്താണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. നേഹ എന്ന പുതുമുഖമാണ്. നേഹനെ നിങ്ങൾ ഓൾറെഡി ഇവിടെ കാണും. നേഹയാണ് നായികയുടെ അഭിനയം. പിന്നെ കൂടാതെ ഒരുപറ്റം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായ മുഖങ്ങൾ, അവരെല്ലാം കൂടെ നിങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ കാണാം. അവരാണ് അതിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ എവർഗ്രീൻ സിദ്ദിഖ ആണ് ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ലേനയോടൊപ്പം. 3 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ന്യൂ ടെക്നീഷ്യൻസിനെ ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോൾ അപ്പോൺ സാജിദ് ടു ടോക്ക് മോർ അബൌട്ട് ദ ഫിലിം. പ്ലീസ് ഗിവ് സാജിദ് എ ബിഗ് ക്ലാപ്പ്, ദി ഡയറക്ടർ ഓഫ് ദ ഫിലിം. രഞ്ജിത്ത്, സജീവ് ആൻഡ് നേഹ നസ്ലിൻ രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണം. ഇവരെ കുറിച്ച് ഞാൻ വലിയ ഇൻട്രോ തരേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ മൈക്കിലൂടെ ഓൾറെഡി രഞ്ജിത്തിനെ കണ്ടതാണ്. ഒരു ഓൾറൗണ്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ്. രഞ്ജിത്ത് മൊത്തം പാട്ട് പാടില്ല എന്ന് പറയാം. ഞാനും പാടാൻ പറഞ്ഞ അങ്ങോട്ടെ ഇരിക്കട്ടെ, ഞാൻ പറയുന്നില്ല. ഇനി നേഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് പേർക്കും അറിയാം. ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മുഖമാണ്. ആൻഡ് ഷീ സിംഗ്സ് റിയലി വെൽ. പാട്ടും പാടും, ഡാൻസും ചെയ്യല്ലേ, കുറച്ചോ അങ്ങനെ വിനീതരായിട്ട് പറയണ്ട. ആദ്യം തന്നെ രഞ്ജിത്തിനൊരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ സ്ക്രീനിൽ കണ്ടതിനേക്കാളും മുടിക്കും ആകെപ്പാടൊരു വ്യത്യാസം. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് മുടി വെട്ടേണ്ടി വന്നിട്ട് താടിയും കുറച്ചൊന്ന് പോയി, അതിന്റെ ആയിരിക്കും ചിലപ്പം. ബട്ട് എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങളോടൊപ്പം നമ്മുടെ പടത്തിന്റെ ലോഞ്ചിന് ഭാഗമായതുകൊണ്ട് താങ്ക് യു സോ മച്ച് എവരിബഡി. പറഞ്ഞ പോലെ തന്നെ ഖൽബ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സ്റ്റോറി അവതരിപ്പിക്കുന്ന ഖൽബ്. സോ നിങ്ങൾ എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എവരിബഡി. താങ്ക് യു. അത്ര പെട്ടെന്ന് താങ്ക് യു പറഞ്ഞ പോലെ ഖൽബ് പോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിന്റെ 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ലവ് സ്റ്റോറി? യു സിംഗിൾ, റെഡി ടു മിംഗിൾ? എന്തെങ്കിലും പ്രണയത്തിന്റെ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. I mean, obviously, നമ്മൾ എല്ലാവരും പ്രണയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. We all have our own stories. We all have, our own experiences with love. So, I mean, എന്തുവായിരുന്നു question? First love. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ടേപ്പ് കിട്ടിയതാ ആക്ച്വലി. But like I said, that's how you learn. നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് we get better at loving people, we get better at loving ourselves, and
സോ പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് നമ്മുടെ പടം ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ഓഫ് യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് ഇറ്റ്. അതെനിക്ക് അഷ്യൂർ ചെയ്യാം. എല്ലാവരും സ്റ്റേജിലേക്ക് വന്നിട്ട് നമ്മൾ കടക്കും. അതിന്റെ കൂടെ ആർക്കൊക്കെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും താല്പര്യമുണ്ട്? നേഹ റെഡി ആയിട്ടാണ് വന്നത്. നേഹ പറഞ്ഞ രേണു ഒരു പാട്ട് പാടാതെ തന്നെ വിടരുത്, ഞാൻ റെഡിയാണ്. അപ്പൊ നേഹയുടെ കൂടെ പാടാൻ ഡാൻസ് കളിക്കും. നേഹ പാടുന്നു, അതിന് ഡാൻസ് കളിക്കുന്നു, അങ്ങനെയല്ല. ഓക്കെ, നേഹ മുന്നിലേക്ക് വരൂ. പാട്ട് ചുമ്മാ ഇൻസ്റ്റഗ്രാമിൽ മാത്രം പാടിയാൽ മതി, ഞങ്ങൾ കേൾക്കണ്ടേ, അറിയട്ടെ. ഞാൻ പറഞ്ഞ നുണയാന്ന് ഇവർ ഓർക്കില്ലേ? പിന്നെ എന്നെ കാണുമ്പോൾ ഒരു പറയില്ലേ കള്ളി കള്ളിന്ന്. നേഹ ആയിക്കോട്ടെ. ആദ്യം എല്ലാവരോടും ഒരു നന്ദി പറയാനുണ്ട്. എല്ലാവരും സമയമെടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്കൊരു പാട്ടുണ്ടായാലും പാടണമല്ലോ. കുളിർ കാഴ്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഇരുത്തുമോക്കം കൊളു കൊളു പൈതൽ അത് തിരുന്തു കൂടെ മനമതേക എതിർപ്പാർക്കും എങ്കിലും പോകാമൽ ദിനം சில சமயம் விளையாட்டால் உன்னாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுருங்கா என் ஜென்மங்களில் ஏக்கங்கள் தேடினான். ഭയങ്കര രസമുള്ള ശബ്ദമാണ് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മളിനി നിറഞ്ഞ വലിയ സ്ക്രീനിൽ കാണാൻ പോവാണ്. അതിന്റെ കൂടെ തന്നെ ഈ സിനിമയുടെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറയാണ്. 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 20 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പ്രകാശ് അലക്സ്, വിമൽ നാസർ, നെഹാൽ സാദിഖ്. ഇതിൽ നെഹാൽ വന്നിട്ടില്ല, മറ്റു 2 പേരും സ്റ്റേജിലേക്ക് വരണം. നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് 2 പേര് ഞാൻ കണ്ടായിരുന്നല്ലോ. ആ ഓക്കെ, പ്രകാശും വിമലും. ഇനി ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാണ് ലിറിസിസ്റ്റ് സുഹൈലിനെ. സുഹൈൽ 20 പാട്ടിന് ലൈൻസ് എഴുതുക. ഇനി ഞാൻ അതിന്റെ സിംഗേഴ്സിനെ വിളിക്കുകയാണ്. സൽമാൻ കൊറോത്ത, മക്ബൂൽ സൽമാൻ. മക്ബൂൽ സൽമാൻ 2 പേരും സ്റ്റേജിലേക്ക് വരണം. ഒളിച്ചു നിൽക്കുവാണോ? ആ വരുന്നുണ്ടല്ലോ. മക്ബൂല് വന്നപ്പോഴേ ജാമ്യം എടുത്തു. എന്റെ തൊണ്ട പണി മുടക്കിയിരിക്കുകയാണ്, എന്നോട് പാടാൻ പറയരുതെന്നൊക്കെ. ശരിക്കും തൊണ്ട പണി മുടക്കിയിരിക്കുകയാണോ? ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആളുടെ പക്ഷെ പാടാൻ റെഡി ആയിട്ടായിരിക്കുമല്ലോ വന്നേക്കുന്നത്, ഇല്ലേ? ഉയിരിൽ തോടും വിരലാണി അരികെ നടക്കണേ അലയും ചുടുകാറ്റിൽ പൂട്ടിണയ നാം ഒരു നാക്കിനുടലിൽ ചെന്നണയുമിരുനിലാവലയ ആരും ബ്യൂട്ടിഫുൾ. ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. മക്ബൂൽ, താൻ ചാൻസ് കളഞ്ഞു. പിന്നെ താൻ പാടണ്ട, താൻ തൊണ്ടയില്ല. അതങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ഞാൻ പാടാം. പക്ഷെ ചെറിയൊരു പനി കിട്ടി, അപ്പൊ തൊണ്ടവേദന. ഇന്ന് രാവിലെ റെക്കോർഡിങ്ങിന് പോയിട്ട് വിമലും ഞാനും കൂടി കുറച്ചു നേരം ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല. അപ്പൊ നാളെ രാത്രി റെക്കോർഡിങ് വെച്ചിരിക്കുകയാണ്.
ആക്ച്വലി റെക്കോർഡിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധ്യത കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ വിളിയോടുകൂടി ചെറിയൊരു പനി ട്രൈ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ടായിരിക്കും. ഞാൻ ശ്രമിക്കാം, പാടി കൊളാക്കിയാൽ തെറി പറയുന്നത്. ഞാൻ തന്നെ എഴുതിയൊരു പാട്ട്. എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാവോളിയും എന്റെ കിതാബിലെ പെണ്ണെ, എന്റെ കിതാബിലെ പെണ്ണെ, എന്നിനെ പടച്ച പെണ്ണെ, മുഖത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിന്റെ പകുതിയല്ലേ, എന്നിലെ നൂറായി നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചം നീയെ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാവോളിയും നീയെ, എന്റെ കിതാബിലെ പെണ്ണെ, എന്റെ കിതാബിലെ പെണ്ണെ. ഇതാണോ അടഞ്ഞ തൊണ്ട കൊണ്ട് പാടിയത്? ഓക്കെ, അദ്ദേഹം തന്നെയാണ് സിനിമയിൽ അത് പാടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വന്നപ്പോൾ തൊട്ട് ഞാൻ ചോദിക്കുന്നത് പാട്ട് പാടുന്നില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമാണത്. ഇനി ഞാൻ സ്റ്റേജിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കാൻ പോവാണ്. ഇപ്പൊ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ഭാഗ്യം, അത് വിജയ് ബാബുവിന്റെ ഭാഗ്യമാണോ അതോ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ സെലക്ഷൻ ആണോ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലെ ഫിലിം ഹൗസ്. ഇതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പറയുന്ന ചില പേരുകളുണ്ട്. അദ്ദേഹം ഏത് ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ക്യാരക്ടർ ആണ്. അത് ഇന്ന സിനിമ, ഇന്ന റോള്, വില്ലനാണോ നായകനാണോ അതൊന്നും വിഷയമല്ല. ഒരൊറ്റ സീനിൽ വരുന്ന ഒരാളാണോ, ഇറ്റ് ഡസന്റ് മാറ്റർ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭദ്രമാണ്. റിവ്യൂ പറയുന്ന എല്ലാവരും പറയും ഇദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാനില്ല, കാരണം എല്ലാ സിനിമയിലും അദ്ദേഹം അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനും ലൈക്ക് എവറി അതർ റോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിക്ക പ്ലീസ്. താങ്ക് യു ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. എൻ്റെ കൽബിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിന്റെ മുമ്പിലാണ്. ഇപ്പോ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കില്ല, പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലർ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നതിന്റെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ കൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് സന്തോഷം, നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് കാലമായി നമ്മളൊരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ആ വിഷമം തീർക്കാനുള്ള ഒരു സിനിമയാണ് കൽബ് എന്ന് പറയുന്നത്. ഒരു പ്രണയകഥ തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ട് കണ്ണു നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റില്ല. അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായി പോയിട്ടില്ല. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ് വിജയ് ബാബു. വിജയ് ബാബുവിന്റെ വണ്ടർഫുൾ സെലക്ഷനാണ്. സാജിദിന്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ്. ഒരുപാട് നല്ല പാട്ടുകളുള്ള, നല്ല പ്രണയരംഗങ്ങളുള്ള, നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നേരുന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേടാൻ സാധിച്ച ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാനിനി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് വിജയ് ബാബു, സാജിദ് ടീം വരുന്നില്ല. ഇനി ആരെങ്കിലും ക്രൂ ആരെങ്കിലും സ്റ്റേജിലേക്ക് വരാനുണ്ടോ? അങ്ങനെ ഈ പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഒരു ട്രെയിലർ ലോഞ്ചോട് കൂടിയാണ് കടക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ സിദ്ദിഖിക്കയെ ക്ഷണിക്കുകയാണ്. സിദ്ദിഖിക്ക, നമ്മുടെ ട്രെയിലർ ലോഞ്ച്.
നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശംസകളോടും കൂടി ഞാൻ ഈ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാണ്. എല്ലാവരും കാണുക. സായിപ്പേ സായിപ്പേ കവളത്ത് കാക്കപ്പുള്ളില്ല. സിദ്ദിഖിക്ക പോകുന്നതിന് മുന്നേ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞങ്ങളിപ്പോ കണ്ടിരുന്നു എനിമീസ് ഇൻ റിയൽ ഫ്രണ്ട്സ് ഇൻ റിയൽ എന്ന് പറഞ്ഞൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക കെമിസ്ട്രി, ഒരു പ്രത്യേക സ്നേഹമുണ്ടോ? പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് രാവണപ്രഭു തൊട്ട് തുടങ്ങിയതല്ലേ. അപ്പൊ അതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. മോഹൻലാലും ഞാനും കൂടെ ഇങ്ങനെ വന്നത്, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അത് റിയലിൽ മാത്രമേ ഉള്ളൂ. റിയലിൽ എല്ലാവർക്കും അറിയാമല്ലോ, അത്ര അടുത്ത സുഹൃത്താണ്, മോതിരം വരെ ഊരി തരുന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ്. അത് ഈ പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത്. അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു ക്യാൻഡിഡ് പിക്കാണ്. അത് ഇന്ന് എനിക്ക് ലാൽ അയച്ചതെന്നാണ്. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ FB-യിൽ അത് പോസ്റ്റ് ചെയ്തത്. അത് അതിനും വലിയ സ്വീകരണം തന്നെയാണ്. ഒരുപാട് സന്തോഷം. സിദ്ദിഖിക്ക ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ താങ്കൾ തൊട്ട എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ഇതും അതിമനോഹരമായ ഒരു ഒരെണ്ണമായി തീരട്ടെ.